ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ പുന്നംപറമ്പ് വട്ടേക്കാട്ട് നാരായണ മേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ അധ്യയന വർഷത്തിൽ പുത്തൻ മുഖച്ഛായ. സ്കൂൾ മുറ്റത്ത് വർഷങ്ങളായി ഭീതി ഉണർത്തി നിന്നിരുന്ന 6 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള ദുർബല കെട്ടിടം ഒടുവിൽ പൊളിച്ചു നീക്കാൻ തുടങ്ങി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പഴയ കെട്ടിടത്തിൽ നിലവിൽ ക്ലാസുകളോ ഓഫീസോ പ്രവർത്തിച്ചിരുന്നില്ല. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന പഠനത്തിനെത്തുന്ന സ്കൂൾ പരിസരത്ത് ഈ കെട്ടിടം വലിയൊരു സുരക്ഷാ ഭീഷണിയായിരുന്നു. മേൽക്കൂരയുടെ ഓടുകൾ ഇളകി വീണും മഴക്കാലത്ത് ചോർന്നൊലിച്ചും ക്ലാസ് മുറികളിൽ വെള്ളം കെട്ടിനിന്നും കെട്ടിടം പൂർണ്ണമായും നശിച്ച അവസ്ഥയിലായിരുന്നു. വലിയൊരു ദുരന്തത്തിന് വരെ ഇവിടെ സാധ്യതയുണ്ടെന്ന് മുൻ തഹസിൽദാർ രാജേഷ് മാരാത്ത് നൽകിയ ഔദ്യോഗിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് സാങ്കേതികവും നിയമപരവുമായ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. പുന്നംപറമ്പ് സ്വദേശിയായ വട്ടേക്കാട്ട് നാരായണ മേനോൻ സർക്കാരിന് സൗജന്യമായി സംഭാവന ചെയ്ത സ്ഥലത്താണ് ഈ ചരിത്രപ്രസിദ്ധമായ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ MK മേനോൻ, പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി MR മനക്കലാത്ത് തുടങ്ങിയ നിരവധി ഉന്നത വ്യക്തിത്വങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഈ വിദ്യാലയത്തിൽ നിന്നാണ്. നിലവിൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെ 566 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അപകടാവസ്ഥയിലായ ഈ പഴയ സ്കൂൾ കെട്ടിടം 2016 മുതൽ പൂർണ്ണമായും ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. തുടർന്ന് ജനപ്രതിനിധികളായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം PS വിനയൻ എന്നിവരുടെ നിരന്തരമായ ഇടപെടലുകളുടെയും ശ്രമങ്ങളുടെയും ഫലമായാണ് വിദ്യാലയത്തിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. നിലവിൽ ഈ ഹൈടെക് കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനം നടക്കുന്നത്. ഇപ്പോൾ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന സ്ഥലത്ത് താൽക്കാലികമായി ചുറ്റുമതിൽ നിർമ്മിച്ച് സ്കൂൾ ക്യാമ്പസ് സംരക്ഷിക്കും. ഈ സ്ഥലത്ത് അടുത്തതായി എന്ത് നിർമ്മിക്കണമെന്ന കാര്യം പിന്നീട് വിപുലമായ യോഗം ചേർന്ന് തീരുമാനിക്കും. നമസ്കാരം, എൻ്റെ പേര് വാവുട്ടി. ഞാൻ ഈ സ്കൂളിലത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1966 ഞാനിവിടുന്ന് SLC കഴിഞ്ഞ് പോയത്. അന്ന് ഈ സമയത്ത് ഈ ബിൽഡിംഗ് ഇല്ല ഇവിടെ. അതിന് ശേഷമാണ് ഈ ബിൽഡിംഗ് ഇവിടെ വന്നത്. 66 ഞങ്ങളൊക്കെ SLC പഠിക്കുന്ന കാലത്ത് അവിടെയായിരുന്നു. ഇത് ഒരു ഗ്രൗണ്ടായിട്ട് കിടക്കായിരുന്നു ഇവിടെ. പിന്നെ പുതിയ ബിൽഡിങ്ങുകൾ വന്നു, ഒരുപാട് പുതിയ ബിൽഡിങ്ങുകൾ വന്നു, കുട്ടികൾ കൂടി. അപ്പോൾ നല്ല പുരോഗതിയിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിവിടെ പൊളിച്ച് പുതിയ ഗ്രൗണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അതല്ല, അത് പുതിയ ബിൽഡിംഗ് വരുമെന്ന് പറയുന്നുണ്ട്. എന്നെ വ്യക്തമായിട്ട് അറിയില്ല, കോൺട്രാക്റ്റുകാർക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടാക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം വളരെ നല്ലൊരു ഗ്രൗണ്ടായിട്ട് കിട്ടും. ഒരു 60-65 വർഷം എങ്ങനെയും ആയിട്ടുണ്ടാവും ഈ ബിൽഡിങ്ങിന്. ഇത് പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് പൊളിച്ച് കളയുന്നത് എപ്പോഴും നല്ലതാണ്. കുട്ടികൾക്ക് സുരക്ഷയ്ക്കും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇനി ഇവിടെ പുതിയ വരികയാണെങ്കിൽ ഹൈടെക് ലെവലിൽ ഒരു 4-5 നിലയുള്ള ഒരു ബിൽഡിംഗ് വരികയാണെങ്കിൽ അതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. You are watching VCV News.